ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് ആണ് എന്ന് ന്യൂയോർക്ക് കർദിനാൾ തിമത്തി ഡോളൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി. വളരെ സത്യമായിട്ട് തോന്നുന്നു. പല കാര്യങ്ങളിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വളരെ പുരോഗമനവാദിയായിരുന്നു പാപ്പ എന്ന് തോന്നുമെങ്കിലും സഭയിൽ വലിയ മാറ്റങ്ങളൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പുരോഗമനപരവും ഈ കാലാനുസൃതവുമായിരുന്നു എന്നുള്ളതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടപടികളെക്കാൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കാണിച്ചു തന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം സ്വർഗത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പത്തെപ്പറ്റി പറഞ്ഞതാണ്. ഒരു കൊച്ചുകുട്ടി, 8-10 വയസ്സുള്ള കുട്ടി കരഞ്ഞുകൊണ്ട് പാപ്പായുടെ അടുത്ത് ചെല്ലുന്നു. അവൻ്റെ പ്രശ്നം, അവൻ്റെ അപ്പൻ മരിച്ചുപോയി. ഇവർ 4 മക്കളുണ്ട്. 4 മക്കളെയും അപ്പൻ അവിശ്വാസിയായിരുന്നു. പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ കുർബാന കാണുകയോ അതുപോലുള്ള കാര്യങ്ങളിലൊന്നും സഹകരിക്കുമായിരുന്നില്ല, വിശ്വാസവും ഇല്ലായിരുന്നു. അപ്പം ആ അപ്പൻ മരിച്ചുപോയി. പക്ഷേ മക്കളെ 4 പേരെയും മാമോദിസ ചെയ്യുകയും സഭയിൽ വളർത്തുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരാൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പയ്യന് സംശയമുള്ളത്. പയ്യന് വളരെ വിഷമത്തോടുകൂടി പോപ്പിനോട് ചോദിക്കുന്നത്. അപ്പോൾ പോപ്പ് അവിടെ കൂടിയിരുന്ന ആളോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യം? ആളുകളോട്, ഈ പയ്യൻ്റെ അനുഭവത്തോടുകൂടി പോപ്പ് ആളുകളോട് പറയുന്നു, ഇതാണ് പയ്യൻ്റെ പ്രശ്നം, ഇതിൻ്റെ പേരിലാണ് അവൻ കരയുന്നത്, അവൻ്റെ അപ്പൻ സ്വർഗത്തിലെത്തുമെന്ന് സംശയമുണ്ട്. അപ്പോൾ ആ ചുറ്റിൽ വരുന്ന ആളുകളോട് പോപ്പ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു നല്ല മനുഷ്യനെ തള്ളിക്കളയാൻ ദൈവം തീരുമാനിക്കുമോ? അങ്ങനെ ആയിരിക്കുമോ ദൈവം എന്നാണ് പാപ്പ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും മറുപടി പറഞ്ഞു, ഒരിക്കലും ചെയ്യില്ല. നല്ല മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തള്ളിക്കളയില്ല. അപ്പോൾ പാപ്പ പറഞ്ഞ മറുപടി അത് തന്നെയായിരുന്നു. കൊച്ചിനോട് പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ് എൻ്റെയും മറുപടി. അപ്പോൾ ദൈവത്തെപ്പറ്റി ഉള്ള, സ്വർഗത്തെപ്പറ്റി അല്ലേ ദൈവത്തെപ്പറ്റിയുള്ളൊരു സങ്കല്പമാണ് അവിടെ പാപ്പ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്ന് മാത്രമല്ല, ആ തീയാലും വെള്ളത്താലും ബാപ്റ്റൈസ് ചെയ്യാതെ, മാമോദിസ മുങ്ങാതെ, ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ സ്വർഗത്തിലേക്ക് എത്തത്തില്ല. അപ്പം മറ്റൊരു ഈ രക്ഷ വേറൊരിടത്തുമില്ല. ഇതൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ക്രൈസ്തവ വിശ്വാസമാണ്. പക്ഷെ അതേസമയം തന്നെ മാർപ്പാപ്പ പറയുകയാണ്, നല്ല മനുഷ്യനെ ദൈവം തള്ളിക്കളയുകയുമില്ല.